കേൾക്കുന്നുണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇതൊക്കെ പറയാൻ ഇതിനെ നിഷേധിക്കാൻ പാടില്ല. ഹദീത്തുണ്ട്, ബുഖാരി ഹദീത്ത് ഒക്കെ എടുത്തു കൊടുക്കാണ്. അവസാനത്തെ അധ്യായം എന്താ അറിയോ? ഖുർആൻ വ്യാഖ്യാതാക്കൾ എന്തു പറയുന്നു? അല്ലാഹു പറയുന്നു, അല്ലദീന യഅകുലൂന റിബാ ലാ യഖൂമുന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതു ശൈത്താനു മിനൽ മസ്സി. അൽ ബഖറ 275. പലിശ തിന്നുന്നവർ പിശാച് ബാധ നിമിത്തം മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേൽക്കുകയില്ല. അൽ ബഖറ 275. അപ്പൊ പലിശ തിന്നുന്നവൻ ബാധ നിമിത്തം മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്ന പോലെ എഴുന്നേൽക്കൂല. ഇത് അമാനുവലിന്റെ പരിഭാഷയിലും അങ്ങനെ തന്നെ അർത്ഥം കൊടുത്തത്. എന്നിട്ട് അമാനുവൽ ഇത്രയും കൂടി പറഞ്ഞു, ഇവിടെ പിശാചി യഥാർത്ഥത്തിൽ ആരെയും മറിച്ചു വീഴ്ത്തുന്നില്ല, ഇതൊരു ആലങ്കാരിക പ്രയോഗമാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ പല കാരണങ്ങളാലും ആ അഭിപ്രായം ശരിയാണെന്ന് വെക്കാൻ നിവൃത്തിയില്ല എന്ന അമാനുവലി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാവാം, പിശാചി മറിച്ചു വീഴ്ത്താം. ഈ പുസ്തകത്തിൽ ഇവരിത് സ്ഥാപിക്കുകയാണ്. അമാനുവലി സൂചന നൽകിയിട്ടുള്ളൂ, ഇവർ സ്ഥാപിക്കുന്നുള്ളൂ. ഈ വചനത്തിന് പ്രമുഖരായ ഖുർആൻ വിശാരദർ നൽകിയ വിശദീകരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. അബൂ ജഅഫർ ബിൻ ജരീർ തബ്രി റഹ്മഹുല്ലാ പറയുന്നു, പിശാച് ബാധ നിമിത്തം ഭ്രാന്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മുഫസ്സിറായിട്ട്. അടുത്തത് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു, പിശാച് ബാധ ഏറ്റവൻ വീണിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നത് പോലെയാണ് അന്ത്യനാളിൽ പലിശ തിന്നവൻ കബറിൽ എഴുന്നേൽക്കുക. ഇക്കാര്യം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ മുഫസ്സിർ ഖുർത്തുബി പറയുന്നു, മനുഷ്യരിൽ ജിന്നുബാധയുണ്ടാകുന്നതിനെ നിഷേധിക്കുന്നവരുടെ വാദം ബാലിശമാണെന്ന് ഈ ആയത്ത് തെളിയിക്കുന്നു. പിശാച് ബാധയെ കേവല ഭൗതിക പ്രവർത്തനമായി ചിത്രീകരിക്കുകയും പിശാച് മനുഷ്യരിൽ പ്രവേശിക്കുകയില്ലെന്നും പിശാച് ബാധ ഇല്ലെന്നുമാണല്ലോ അവർ വാദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ പിശാച് ബാധ സ്ഥാപിക്കുകയാണ്. ഇതൊക്കെ ആരിറക്കിയതാ? എന്നിട്ട് കുറ്റൊക്കെ കേന്നമിനും. കണ്ടോ, ഇത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ശൈഖ് ഇബ്നു ബാസ് പറഞ്ഞതാണോ? എങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾ എന്തിനാ അന്ധവിശ്വാസിയെ മുദ്ര കുത്തുന്നത്? അദ്ദേഹത്തിന് ഇന്ന വിഷയത്തിൽ തെറ്റുപറ്റിയിരുന്ന നിങ്ങൾ ഇതിന് അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ടോ? എലന്ത മരത്തിന്റെ ഇല കൊടുത്ത ചികിത്സ അത് ഹദീസിൽ ഇല്ലാത്തതാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. എന്നിട്ട് ആയിരക്കണക്കിന് കോപ്പി സംഘടന പുലർന്നതിന് ശേഷവും സൗദിയിൽ പോയിട്ട് ഇയാള് അബ്ദുൽ അസീസ് റാജി എന്ന കമ്പനിയിൽ പോയി അട്ടയിരുന്ന് വാങ്ങി സൗദി മുഴുവൻ പ്രചരിപ്പിക്കുക, ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ വന്നാലോ അതൊക്കെ അന്ധവിശ്വാസം. കണ്ടോ, ഇരട്ടത്താപ്പും കാപട്യവുമാണിത്. ഇത് രണ്ടു കൂട്ടർ നിങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുന്നത്? ഇത് പാറ്റ അന്ധവിശ്വാസമാണ് എന്ന് പറയുന്ന അബ്ദുസ്സലാം സുല്ലമിയും അത് അന്ധവിശ്വാസമല്ല, അത് ശൈഖ് ഇബ്നു ബാസ് പറഞ്ഞതാണ് എന്ന് പറയുന്ന എം.ഐ. സുല്ലമിയും. അതേ എം.ഐ. സുല്ലമിനെ ബുക്ക് എഴുതിയത് എന്താണ്? ഗൾഫ് സലഫിസം അന്ധവിശ്വാസമാണ്. ആ അന്ധവിശ്വാസം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. ആരാ ഇറക്കുമതി ചെയ്തത്? ബിലാൽ ഫിലിപ്സിന്റെ ലേഖനത്തിലൂടെ ശബാബ്, ഗൾഫ് സലഫിസം എന്ന പുസ്തകത്തിലൂടെ എം.ഐ. ഈ പുസ്തകത്തിലൂടെയും ഇതേ എം.ഐ. സുല്ലമി ഇതറക്കിയിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, CP ഞങ്ങൾ താങ്ങും സലാമിനെ മാത്രല്ല എം.ഐ. നിങ്ങൾ താങ്ങേണ്ടി വരും, എല്ലാരും നിങ്ങൾ താങ്ങും, എല്ലാവർക്കും മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റിയൊരു കൊടയാണത്, എല്ലാവർക്കും നിൽക്കാം. പിശാച് ബാധ ഖുറാഫാത്താണ് എന്ന് പറയുന്നവന് നിൽക്കാം, പിശാച് ബാധ ഇസ്ലാമികമായി അറിയപ്പെട്ടതാണ്, ജിന്ന് കൂടും ചികിത്സിക്കും എന്ന് പറയുന്നവന് നിൽക്കാം. അതാണ് ഇപ്പൊ സ്വഭാവം. അതുകൊണ്ട് ഫളലുല്ലാഹ് അൻവാരിയുടെ പേരിലിറക്കിയ ഈ പുസ്തകം ഇന്നും ഇവർ വിറ്റുകൊണ്ടിരിക്കുന്നു, ഇന്നും ഇവർ സൗദി അറേബ്യയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇക്കുറി ഞാൻ സൗദി പോയപ്പോ കൊണ്ടുവന്ന കോപ്പിയായത്, മനസ്സിലായില്ലേ? പഴയ കോപ്പിന്റെ കാണാനായിട്ട് ഇപ്പോ ഇവിടുന്ന് കിട്ടാത്തതുകൊണ്ട് ഈ കോപ്പി വാങ്ങിയത്. അൽഹുദയിൽ പോയാൽ കിട്ടുന്ന ചില ആളുകൾ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഇരിക്കട്ടെ, ഇവരുടെ ഈ ഇരുമുഖ നയം നിങ്ങൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണോ ശൈഖ് ഇബ്നു ബാസ് എഴുതിയത്? എന്നിട്ട് അത് അന്ധവിശ്വാസമാണെന്ന് നിങ്ങൾ ഇപ്പോൾ പറയുന്ന ഏതടിസ്ഥാനത്തിലാണ്? ഇതെന്തിനാണ് നിങ്ങൾ KNMന്റെ പേരിൽ വെച്ച് കെട്ടുന്നത്? അന്ധവിശ്വാസമാണെങ്കിൽ തിരുത്താനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ? അത് നിങ്ങൾ തിരുത്തിയോ? പിന്നെ എന്തിനാണ് നിങ്ങൾ ആളുകളെ തമ്മിലടിപ്പിക്കുന്നത്? അപ്പൊ സുഹൃത്തുക്കളെ, ഇതെല്ലാം ചില പൊളിറ്റിക്സ് ആണ്. ഇവർക്ക് ഇതിൽ ഒന്നിലും വിശ്വാസമില്ല. ഇവർക്കിത് കുളം കലക്കൽ മാത്രമേ ഉദ്ദേശമുള്ളൂ. എന്താണ് ഇവരുടെ വീക്ഷണം? ഇവർ പറയട്ടെ, പറയുന്നില്ലല്ലോ. അതുകൊണ്ട് എന്താണ് നിങ്ങളെ വീക്ഷണം ജനങ്ങളോട് പറയാൻ നിങ്ങൾക്ക് ബാധ്യത ഉണ്ട്. ഇനി സുഹൃത്തുക്കളെ, ഈ സുല്ലമി പറയുന്ന എന്താണെന്നറിയോ? കോട്ടുവായി പിശാചിൽ നിന്നാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഉണ്ട്. അതിനെപ്പറ്റി ഇയാൾ കളിയാക്കി പറയാണ്. കോട്ടുവായി പിശാചിൽ നിന്ന് പറഞ്ഞാൽ എന്തായി? വെറും മനസ്സിൽ ദുർബോധനം മാത്രമല്ല, മനുഷ്യ ശരീരങ്ങളിൽ ചില പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുവാനും പിശാചിന് സാധിക്കുന്നല്ലേ? അപ്പൊ വസ്വാസിന് അപ്പുറത്തുള്ളത് സാധിക്കുന്നല്ലേ? അപ്പൊ ഇയാളെ യുക്തിവാദം പൊളിയലോ. അതുകൊണ്ട് ഇയാൾ അതിനെ ദുർവ്യാഖ്യാനിക്കാണ്. കണ്ടോളി. കോട്ടുവായിരുന്നത് ശൈത്താനിൽ നിന്നാണ്. കൂട്ടരെ, മനുഷ്യന് കോട്ടുവായിട്ടാണ് പ്രക്രിയ ഉണ്ടാക്കിയത് പിശാച്ചാന്ന് വെച്ചാല് ഓൻ അന്ന് മുശിരിക്കാവൂലേ? മനുഷ്യരാണ് നമ്മൾ കോട്ടുവായുള്ള പ്രക്രിയ പഠിച്ചത് ശൈത്താനെന്ന് പറഞ്ഞാൽ
അപ്പൊ ഫത്തുൽ ബാരി മുഴുവനും പറഞ്ഞ ഷറഹ് മുസ്ലിം പറഞ്ഞു, അതായത് കോട്ടുവായിട്ടുള്ളത് നമ്മുടെ ശരീരത്തിന്റെ അലസതയാണ്, മടിയാണ്. നമ്മളിങ്ങനെ എനർജറ്റിക് ആയിട്ട് ഉന്മേഷത്തോടു കൂടി ജീവിക്കുന്നത് പിശാചിന് തൃപ്പതില്ല. ഓനിങ്ങനെ മനുഷ്യങ്ങനെ ആരോഗ്യവാനായി ജീവിക്കുന്നത് അതുകൊണ്ട് ഈ കെസ്സിൽ ഇത് പിശാചിന് തൃപ്പതിയുള്ളതാണ്. അതുകൊണ്ട് പിശാചിലേക്ക് ചേർത്തിപ്പറതാണ്. കോട്ടുവാഴിന്റെ പിശാച്ചാണ്, തുമ്പല് പടച്ചോന്റെതാന്ന്. അപ്പൊ ഒന്ന് മനുഷ്യനുണ്ടാക്കിയത് ജിന്നും മറ്റേ തുമ്പല് പടച്ചോന്, മറ്റത് ശൈത്താൻ എന്ന് പറഞ്ഞാല് അന്ന് മുശിരിക്കാവൂലേ? അപ്പൊ അത് പിശാച്ചിന് തീർപ്പതിലുള്ള സംഗതി ആയതുകൊണ്ട് അതിലേക്ക് ചേർത്തി പറ ഫത്തുൽ ബാരി അടക്കം ഷറഹ് മുസ്ലിം അടക്കം പറഞ്ഞു. അപ്പോ കോട്ടുവായി പിശാചിൽ നിന്നാണ് എന്ന് റസൂല് പറയാണ്. അപ്പൊ ഇയാൾ റസൂലിന് ക്ലാസ് എടുത്തു കൊടുക്കാണ്. അങ്ങനെയല്ല പറയേണ്ടിയിരുന്നത്. അലസത അതാണ് പറയേണ്ടത്. അലസത പിശാചിൽ നിന്നാണ്, കോട്ടുവായി പിശാചിൽ നിന്നാണ് പറയാൻ പാടില്ല. കാരണം ഇയാളെ കണക്കിൽ എന്റെ മനസ്സിൽ ദുർബോധനം നടത്താൻ മാത്രമേ കഴിയുള്ളൂ എന്നാണ്. അള്ളാന്റെ റസൂൽ പറയുന്നു, കോട്ടുവായി മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്നതിൽ പിശാചിന് പങ്കുണ്ട്, അതുകൊണ്ട് കോട്ടുവായി പിശാചിൽ നിന്നാണ്. അല്ലാതെ മനുഷ്യനിൽ എല്ലാ പ്രവർത്തനവും അള്ളാഹ് നൽകിയ കഴിവുകൊണ്ട് തന്നെയാണ്. പക്ഷെ അള്ളാഹു നൽകുന്ന കഴിവും അള്ളാഹു മനുഷ്യനിൽ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്കും ഒക്കെ ചില കാരണങ്ങൾ ഉണ്ടാവും. പിശാചി അതിലൊരു കാരണക്കാരനാണ്. മനുഷ്യനിൽ തഥാഉബ് ഉണ്ടാക്കാൻ, കോട്ടുവായി ഉണ്ടാക്കാൻ. CP ഉമർ സലമീദ അദ്ദേഹത്തിന്റെ പുസ്തകം പ്രാർത്ഥനകൾ നിത്യജീവിതത്തിൽ ഇന്നും യുവതയിൽ വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ 68ാമത്തെ പേജ് അതൊന്ന് കാണിച്ചു കൊടുക്കും. അതില്ല തുമ്മലും കോട്ടുവായും അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നു, എന്നാൽ കോട്ടുവായി തീർച്ചയായും പിശാചിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങൾ കോട്ടുവായി ഇടുമ്പോൾ കഴിയുന്നത്ര തടയേണ്ടതാണ്. തീർച്ചയായും ആരെങ്കിലും കോട്ടുവായിട്ടാൽ പിശാച് ചിരിക്കുന്നതാണ്. കണ്ടോ, വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പൊ CP മുശ്രിക്ക? നിങ്ങൾ ചോദിച്ചു നോക്കണം, ഇയാൾ എന്താ പറഞ്ഞതോ കൈ പൊത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം പിശാച് പ്രവേശിക്കും എന്ന് ഹദീസിലുണ്ട്. കൈകൊണ്ട് പൊത്തണം പിശാച് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി. ഇന്നലെ ഞാൻ വായിച്ച ഷറഹ് മുസ്ലിമിലെ ഉദ്ധരണിയിൽ അതുണ്ട്. ഇയാൾ പറഞ്ഞെന്താ അറിയോ, വായുടെ ദുർഗന്ധവും മറ്റൊക്കെ മറ്റുള്ളവർക്ക് ശല്യമാകാതിരിക്കാനാ പൊത്തണം എന്ന് പറഞ്ഞത്, പിശാച് പ്രവേശിക്കുന്നതല്ല. ഇയാളുടെ റിയാദു സാലി പരിഭാഷയില് അങ്ങനെയാണ്. അപ്പൊ ഹദീസിനാണ് തട്ടുക. അവിടെ പറഞ്ഞെന്താണ്, ബുഖാരി പരിഭാഷയിൽ പറഞ്ഞു അത് അലസതയാണ്, മടിയാണ്, അതിനെ സൂചിപ്പിച്ചതാണ്. ഇതൊക്കെ ഇപ്പൊ റസൂലുള്ളാഹിക്ക് അലസതക്കുള്ള വാക്കറിയായിട്ടാ. അലസതയും മടിയന്റെയും വാക്ക് റസൂലിന് അറിയാഞ്ഞോണ്ടാ റസൂൽ ഇങ്ങനെ പറഞ്ഞത്. റസൂൽ ഇപ്പൊ ഒക്കെ ആലങ്കാരിക. ഇവരെ ആലങ്കാരികം കേട്ട് കേട്ട് സാധാരണക്കാർ ചോദിച്ചിപ്പോ കുറച്ച് കഴിഞ്ഞാൽ അള്ളയും പരലോകം ഒക്കെ ആലങ്കാരികമാകുന്ന ഞങ്ങൾക്ക് പേടി. ഒന്നും ഇപ്പൊ യഥാർത്ഥ അർത്ഥത്തിൽ ഒക്കെ ആലങ്കാരികാണ്. കണ്ടോ, കോട്ടുവായി ആലങ്കാരികം. അപ്പൊ CP ഇപ്പൊ മുശ്രിക്കായി. കാരണം എന്താ, കോട്ടുവായി പിശാചിന്നാണ് CP അങ്ങനെ തന്നെ പരിഭാഷപ്പെടുത്തി. CP അടിക്കുറിപ്പ് കൊടുത്തില്ല. അപ്പ മുശ്രിക്കായില്ലേ, കോട്ടുവായി പിശാചിന്നാന്ന് വിചാരിച്ചാ അപ്പ മുശ്രിക്ക. അപ്പൊ നബി ആദ്യം മുശ്രിക്കായി, പിന്നെ CP മുശ്രിക്കായി. ഇയാൾ മാത്രമേ മുവഹിദും. കണ്ടോ, ഈ തരത്തിലുള്ള പൊട്ട പോയത്തങ്ങളാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.